വാട്ട് ഈസ് എക്സ്പോണൻഷ്യൽ ഫോം ഓഫ് 8 into 8 into 8 into 8 ടേക്കിംഗ് ബേസ് as 2? വല്ല മനസ്സിലായോ? ചോദ്യം കണ്ടിട്ട് എന്തെങ്കിലും തോന്നിയോ? 8 into 8 into 8 into 8 എന്ന് പറയുന്ന സംഖ്യയെ നമ്മൾ ഏതൊരു ഫോമിൽ എഴുതണം? എക്സ്പോണൻഷ്യൽ ഫോമിൽ. എന്ന് വെച്ചാൽ എന്താ? കൃത്യംഗ രൂപത്തിൽ എഴുതണം. പക്ഷെ അതിന്റെ ബേസ് എന്തായിരിക്കണം? ആധാരം എന്തായിരിക്കണം? 2 ആയിരിക്കണം. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ വിപിൻ രാജ്. എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഡിഗ്രി ലെവൽ പരീക്ഷകളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ് ആണ്. ഇപ്പൊ ഡിഗ്രി ലെവലിന്റെ മാത്സ് എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും അല്ലെ? അതായത് ഇപ്പോ പ്രിലിംസ് പരീക്ഷ എടുക്കുകയാണെങ്കിൽ മാത്സും മെന്റൽ എബിലിറ്റിയും കൂടെ നമുക്ക് 20 മാർക്കാണ്, അറിയാലോ. അതുപോലെ മെയിൻസിലേക്ക് വരുമ്പോൾ 5 5 10 മാർക്കാണ്, ശരിയല്ലേ? അപ്പോൾ പ്രിലിംസ് എടുത്താലും മെയിൻസ് എടുത്താലും മാത്സ് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. അപ്പോൾ മാത്സിനകത്ത് നിന്ന് തന്നെ നമുക്ക് 10 മാർക്ക് കിട്ടും. മെന്റൽ എബിലിറ്റിയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? 10 മാർക്ക് കിട്ടുന്നുണ്ട് പ്രിലിംസിൽ. അതുപോലെ മെയിൻസിലേക്ക് വരുമ്പോൾ 5 5 ആണ് മാർക്ക്. അതെല്ലാവർക്കും അറിയുന്നതാണ്. ഒരുപാട് പേർക്കുള്ള തെറ്റിദ്ധാരണയുണ്ട്. എന്ന് വെച്ചാൽ മാത്സ് ചോദ്യങ്ങൾ വളരെ ടഫാണ്, അത് നമുക്ക് ലോജിക്ക് പോലും കൃത്യമായിട്ട് കിട്ടാറില്ല, അത് നമുക്ക് പലപ്പോഴും ആൻസർ ചെയ്യാൻ കഴിയാറില്ല, അതുകൊണ്ട് തന്നെ മാത്സ് ഇപ്പോഴും പരിഗണിക്കാത്ത ആൾക്കാരുണ്ട് അല്ലെ? അവരോട് ഞാൻ എപ്പോഴും പറയുന്നതാണ്, മാത്സ്, മലയാളം, ഇംഗ്ലീഷ് ഇത്രയും തന്നെ നിങ്ങൾ ഒന്ന് ഫോക്കസ് ചെയ്യാമെങ്കിൽ പ്രിലിംസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കീഴടക്കാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെയുള്ള GK ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പരമാവധി മാർക്ക് നേടുന്ന തരത്തിൽ മെയിൻസിനായിട്ട് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ഡിഗ്രി ലെവൽ ജോലി എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമൊന്നും അല്ല, ഈസി ആയിട്ട് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ വളരെ സിമ്പിൾ ആയിട്ട് PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ 2022 ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് അല്ലെങ്കിൽ ഈ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഒരു ബാലികേറ മലയൊന്നും അല്ല, മാത്സ് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ ചോദ്യങ്ങൾ എന്നോടൊപ്പം നിങ്ങളും ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ, നിങ്ങൾക്ക് കിട്ടിയ ഉത്തരങ്ങൾ ഒന്ന് നമ്പർ ഇട്ട് കമന്റ് ചെയ്യുക. അതൊക്കെ നല്ലതായിരിക്കും. എന്നോടൊപ്പം തന്നെ നിങ്ങളും ചെയ്തു വരിക. ഞാൻ ചെയ്തു പോകുന്നതോടൊപ്പം നിങ്ങളുടെ വേഗതയും വർദ്ധിക്കട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഒരു ചോദ്യം ഇങ്ങനെയാണേ: എ സ്കൂൾ ടീം വോൺ 6 ഗെയിംസ് ദിസ് ഇയർ അഗെയിൻസ്റ്റ് 4 ഗെയിംസ് വോൺ ലാസ്റ്റ് ഇയർ. വാട്ട് ഈസ് ദ പെർസെന്റ് ഓഫ് ഇൻക്രീസ്? 2022 ഒരു പരീക്ഷയിലെ, ഒരു ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷയിലെ ചോദ്യമാണ്. ചോദ്യം കണ്ടോ? ഇത് ഇംഗ്ലീഷിലാണ് ചോദ്യം. നിങ്ങൾ ചോദ്യങ്ങൾ വായിക്കുമ്പോൾ, ഇപ്പൊ ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ ചോദ്യങ്ങൾ വായിക്കുമ്പോൾ പരമാവധി ഇംഗ്ലീഷിൽ തന്നെ വായിക്കാനും ചെയ്യാനും ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ട്രാൻസ്ലേഷൻ പലപ്പോഴും നമുക്ക് വലിയൊരു പ്രശ്നമായിട്ട് മാറാറുണ്ട്. ചോദ്യം ഇത്രേ ഉള്ളൂ: ഒരു സ്കൂൾ ടീം 6 ഗെയിംസ് വിൻ ചെയ്തിട്ടുണ്ട് അല്ലെ? എന്നാൽ കഴിഞ്ഞ കൊല്ലം അല്ലെ, ലാസ്റ്റ് ഇയറിൽ അവർ എന്ത് ചെയ്തിട്ടുള്ളൂ? 4 ഗെയിംസേ വിൻ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയാണ് അവിടുത്തെ പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് അല്ലെ? വിജയത്തിൽ ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ട്. ആ വർധനവ് എത്ര ശതമാനം എന്നാണ്. ഇപ്പൊ ഇവിടെ 6 ഗെയിംസ് വിൻ ചെയ്തടാ. ഓക്കെ, കഴിഞ്ഞ കൊല്ലം അത് 4 ഉണ്ടായിരുന്നുള്ളൂ ആണ്. അപ്പൊ ഇവിടെ എത്ര കൂടി എന്ന് നോക്കിയേ. എത്ര കൂടിയെന്ന് വെച്ചാൽ 4-ൽ നിന്ന് 6-ലേക്ക് എത്തി. അപ്പൊ 6-ന്റെയും 4-ന്റെയും വ്യത്യാസം 2 ആണ്. അപ്പൊ ഇവിടുത്തെ വർധനവ് എന്ന് പറയുന്നത് 2 ആണ്, ആണല്ലോ. അപ്പൊ ഈ 2-ന്റെ ശതമാനം കണ്ടെത്തുക. എവിടെ നിന്നാണ് വർദ്ധിച്ചത്? 4-ൽ നിന്ന്. സിമ്പിൾ കാര്യാട്ടോ. 4-ൽ നിന്ന് നമുക്ക് ഇവിടെ എത്ര വർദ്ധിച്ച് കിട്ടിയിട്ടുണ്ട്? 2 വർദ്ധിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത്ര എഴുതാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ 4-ൽ 2 ആണ് വർധനവ്. അതിന്റെ ശതമാനം കണക്കാക്കാൻ ഒരു 100 കൊണ്ട് ഗുണിച്ചാൽ മാത്രം മതി. വേറെ ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല. പിടികിട്ടിയോ? ഈ 2-നെയും ഈ 4-നെയും കൂടെ ക്യാൻസൽ ചെയ്തിട്ട് 2 എന്ന് എഴുതിക്കോ. 100-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 50. അപ്പൊ എത്ര ശതമാനമാണ് അവിടുത്തെ വർധനവ് എന്ന്? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഇതുപോലത്തെ ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷയ്ക്ക് വന്ന ആരെങ്കിലും വിശ്വസിക്കോ? വിശ്വസിക്കോ? വിശ്വസിക്കണം കേട്ടോ. ഇതിനേക്കാൾ സിമ്പിൾ ക്വസ്റ്റ്യൻസ് പോലും നമ്മുടെ പരീക്ഷകളിൽ, ഡിഗ്രി ലെവൽ പരീക്ഷകളിലും മെയിൻസിലും പ്രിലിംസിലും വന്നിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 5-6 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ എത്ര ശതമാനമാണ് വർധനവ് എന്ന് ചോദിച്ചാൽ 50%. ആലോചിക്കുക. ജസ്റ്റ് 4 ഗെയിംസ് മാത്രം വിൻ ചെയ്തിട്ടുണ്ട് ഒരു ടീം അല്ലേ? എന്നാൽ ഈ വർഷം 6-ലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ 4-ൽ നിന്ന് എത്ര കൂടിയെന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. 2. അതിന്റെ ശതമാനം കണക്കാക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. 2-നെയും 4-നെയും കൂടെ ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ 2 × 100 എത്ര കിട്ടും? 200.
200-നെ ജസ്റ്റ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 200-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 50. കണ്ടോ? എത്ര ശതമാനമാണ് അവിടുത്തെ വർധനവ് എന്ന് ചോദിച്ചാൽ 50% തെറ്റിപ്പോകരുത് കേട്ടോ. മറ്റു ചോദ്യം, the rate of working of A and B in the ratio 3:4. The number of days taken by them to finish the work are in the ratio. ചോദ്യം മനസ്സിലായോ? ഓക്കെ, ഈ ചോദ്യം കാണുമ്പോൾ തന്നെ ഇതിനകത്ത് എന്തോ ഒരു ലോജിക്കിന്റെ പ്രശ്നം ഉണ്ടല്ലോ എന്ന് നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ ജോലി ചെയ്തു തീർക്കാനുള്ള ദിവസങ്ങളുടെ എണ്ണം, എന്താണ് ജോലി, ആകെ എത്ര ചെയ്തു തീർക്കാനുണ്ട്, ഇതിനെക്കുറിച്ച് ഒന്നും പ്രതിപാദിക്കുന്നില്ല. പകരം എന്ത് പറയുന്നു? The rate of working of A and B in the ratio 3:4 എന്നാണ് അല്ലെ. എയുടെയും ബിയുടെയും വർക്കിങ്ങിന്റെ റേറ്റ് ഓഫ് വർക്കിംഗ് എന്ന് വെച്ചാൽ അവര് ജോലി ചെയ്യുന്ന അളവിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഒരു യൂണിറ്റ് സമയം കൊണ്ട് അവർ ചെയ്യുന്ന ജോലിയെ, അവരുടെ റേറ്റ് ഓഫ് വർക്കിനെ നമ്മൾ പറയുന്ന പേരാണ് അവരുടെ എന്ത്? എഫിഷ്യൻസി, ജോലി ചെയ്യാനുള്ള കഴിവ്. കേട്ടോടാ. അപ്പൊ എയുടെയും ബിയുടെയും ജോലി ചെയ്യാനുള്ള കഴിവ് നമുക്ക് തന്നിരിക്കുന്നത് 3:4 എന്നാണ്. ഓക്കെ, ഇത് എഫിഷ്യൻസിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവർക്ക് ഒരു നിശ്ചിത ജോലി ചെയ്യാൻ ആവശ്യമായ ദിവസങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ ടൈം ഡ്യൂറേഷൻ. എപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ലോജിക്കാണ്, രണ്ടുപേരുടെ ജോലി ചെയ്യാനുള്ള കഴിവിനെ നമ്മൾ എന്ത് ചെയ്താൽ, നേരെ തിരിച്ചിട്ടാൽ, അതായത് നമുക്ക് തന്നിരിക്കുന്ന കഴിവിന്റെ ഒരു അംശബന്ധം ഉണ്ടല്ലോ, ഇതിനെ നേരെ തിരിച്ചിട്ടാൽ നമുക്ക് എന്ത് കിട്ടോടാ? അവരുടെ ജോലി ചെയ്യാൻ ആവശ്യമായ സമയം കിട്ടും കേട്ടോ. അപ്പൊ ഈ ഒരു ലോജിക്ക് കൃത്യമായിട്ട് വെച്ചോണം. അപ്പൊ 3:4 എന്ന് പറയുന്നത് അവർക്ക് ജോലി ചെയ്യാനുള്ള കഴിവാണ് എങ്കിൽ അവർക്ക് ജോലി ചെയ്തു തീർക്കാൻ ആവശ്യമായ ടൈം ഡ്യൂറേഷന്റെ അംശബന്ധം എന്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ നേരെ തിരിച്ചെഴുതുക 4:. ഓക്കെ, ജോലി ചെയ്യാനുള്ള എഫിഷ്യൻസി 3:4 ആണെങ്കിൽ ജോലി ചെയ്യാനുള്ള ടൈം ഡ്യൂറേഷൻ നേരെ തിരിച്ചെഴുതിയാൽ മാത്രം മതി. കണ്ടോ? ഇത്രയും സിമ്പിൾ ആയിട്ട് നിങ്ങൾ ആ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിച്ചിട്ടുണ്ടോ? കണ്ടുപിടിക്കുമോ? കണ്ടുപിടിക്കാൻ കഴിയും. കണ്ടോ? ഈ നമ്പറിനെ, തന്നിരിക്കുന്ന എഫിഷ്യൻസിയെ നേരെ തിരിച്ചിട്ടാൽ ടൈം ഡ്യൂറേഷൻ കിട്ടും 4:3. തെറ്റിപ്പോവോ? തെറ്റിപ്പോകരുത്. ഓക്കെ, മറ്റൊരു ചോദ്യം, ഡിറ്റർമിൻ ദ ലെങ്ത് ഓഫ് എ ട്രെയിൻ T if it crosses a pole at 6 km/h in 30 seconds. ഒരു ട്രെയിനിന്റെ വേഗത 60 km/h ആണ്. 30 മിനിറ്റ് കൊണ്ട് ഒരു പോൾ കടന്നു പോകുന്നു. പോൾ എന്ന് വെച്ചാൽ എന്താണ്? ഒരു തൂണ് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ മരം കേട്ടോ, കടന്നു പോവാണ്. അങ്ങനെയാണെങ്കിൽ ആ ട്രെയിനിന്റെ ലെങ്ത് കണ്ടെത്താമോ എന്നുള്ളതാണ് ചോദ്യം. ഇതറിയാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോടാ? ഇല്ല. ഇതും നമ്മുടെ ഡിഗ്രി ലെവൽ പരീക്ഷയിലെ ചോദ്യമാണ് അല്ലെ. അപ്പൊ ഇവിടുത്തെ ഡിസ്റ്റൻസ് അഥവാ ട്രെയിനിന്റെ ലെങ്ത് കണ്ടെത്താൻ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുത്തെ വേഗതയെ, സ്പീഡിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ട്രെയിനിന്റെ വേഗതയെ സമയം കൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന സ്പീഡ് എത്ര നോക്കിയേ? സ്പീഡ് 60 km/h ആണ്. തെറ്റിപ്പോകില്ലല്ലോ. ഓക്കെ, ഈ 60 km/h എന്ന് പറയുന്നതിനെ നമുക്ക് ഏതിലേക്ക് മാറ്റണം? മീറ്റർ/സെക്കൻഡിലേക്ക്. ശരിയല്ലേ? ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് 30 സെക്കൻഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വേഗതയെ നമുക്ക് ഏതിലേക്ക് മാറ്റണം? മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റണം. അതുകൊണ്ട് തന്നെ 60 നമുക്ക് മാറ്റിയാലോ? 60 ഇൻറ്റു km/h മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 60 ഇൻറ്റു 5/18 സിംപ്ലിഫൈ ചെയ്യാമോ? 6 കൊണ്ട് നമ്മൾ കട്ട് ചെയ്താൽ ഇവിടെ 10 കിട്ടും, ഇവിടെ കട്ട് ചെയ്താൽ നമുക്ക് 3 കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നത് 50/3. 50/3 മീറ്റർ/സെക്കൻഡ് കേട്ടോ. ട്രെയിനിന്റെ വേഗത 50/3 മീറ്റർ/സെക്കൻഡ്. സഞ്ചരിക്കാൻ എടുത്ത സമയം 30 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ട്രെയിനിന്റെ ലെങ്ത് അഥവാ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് എഴുതിക്കോടാ. 50/3 എന്ന് പറയുന്ന വേഗത, ട്രെയിനിന്റെ വേഗത 50/3 ആണ്. 50/3നെ ജസ്റ്റ് 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി കേട്ടോ. നമ്മൾ ഈ 3ഉം ഈ 30ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 10 കിട്ടുന്നു. 50 ഇൻറ്റു 3 500. കണ്ടോ? അപ്പൊ ട്രെയിനിന് എത്ര നീളമാണുള്ളത് എന്ന് ചോദിച്ചാൽ 500 മീറ്റർ എന്ന് കണ്ണും പൂട്ടി നമുക്ക് ആൻസർ പറയാം. തെറ്റിപ്പോലല്ലോ? ഇല്ല. ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യം ചെയ്യാനായിട്ട് നിങ്ങൾ ആലോചിക്കുക, ഇവിടെ തന്നിരിക്കുന്ന 60 km/h. നമ്മളിപ്പോ ടൈം ആൻഡ് ഡിസ്റ്റൻസ് പഠിക്കുന്ന സമയത്ത് ഈ വേഗതയുടെ കൺവേർഷൻ പറയുമ്പോൾ എപ്പോഴും ഉപയോഗിക്കുന്ന നമ്പറാണ് 60 km/h. അപ്പൊ ഇതിന്റെ മൂല്യം നിങ്ങൾ അങ്ങ് കാണാതെ ഒഴിച്ചു വെക്കുക.
മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ 60 km/h എന്നാൽ 50/3 മീറ്റർ/സെക്കൻഡ് ആണ്. ഇതറിയുന്ന ഒരാളിന് ഈ ചോദ്യം ഒരു പ്രശ്നമേ അല്ല അല്ലെ. ഇവിടുത്തെ വേഗത എന്ന് പറയുന്നത് 50/3 യാത്രക്കെടുത്ത സമയം എന്ന് പറയുന്നത് 30 സെക്കൻഡും ആയതുകൊണ്ട് 50/3 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മുടെ ജോലി തീർന്നു. അപ്പൊ ഈ 3നെയും ഈ 30നെയും കൂടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് 10 കിട്ടും. 50നെയും 10നെയും കൂടെ ഒന്ന് ഗുണിച്ചോളൂ. അപ്പൊ നമുക്ക് കിട്ടുന്നത് 500 മീറ്റർ എന്നാണ്. അപ്പൊ 500 മീറ്റർ എന്ന് പറയുന്ന ആരുടെ നീളമാണ്? ട്രെയിനിന്റെ നീളമാണ് 500 മീറ്റർ. തെറ്റിപ്പോവോ? ഒരിക്കലും ഇല്ലല്ലോ, ഇല്ല. ഓക്കെ, മറ്റൊരു ചോദ്യം. വാട്ട് ഈസ് എക്സ്പോണൻഷ്യൽ ഫോം ഓഫ് 8 × 8 × 8 × 8 ടേക്കിംഗ് ബേസ് as 2? വല്ല മനസ്സിലായോ? ചോദ്യം കണ്ടിട്ട് എന്തെങ്കിലും തോന്നിയോ? 8 × 8 × 8 × 8 എന്ന് പറയുന്ന സംഖ്യയെ നമ്മൾ ഏതൊരു ഫോമിൽ എഴുതണം? എക്സ്പോണൻഷ്യൽ ഫോമിൽ. എന്ന് വെച്ചാൽ എന്താ? കൃത്യംഗ രൂപത്തിൽ എഴുതണം. പക്ഷെ അതിന്റെ ബേസ് എന്തായിരിക്കണം? ആധാരം എന്തായിരിക്കണം? 2 ആയിരിക്കണം അല്ലെ. സിമ്പിൾ ചോദ്യമാണേ. എടാ 8 എന്ന് പറഞ്ഞാൽ ആരാ? 2ന്റെ ക്യൂബ് അല്ലേടാ? ആണ്. പിന്നെ 8 വന്നിട്ടുണ്ട്, അതും 2ന്റെ ക്യൂബ് അല്ലേ? ആണ്. പിന്നെ 8 വന്നു, അതാരാണ്? 2ന്റെ ക്യൂബ് അല്ലേ? പിന്നെ 8 വന്നു, അത് 2ന്റെ ക്യൂബ്. അപ്പൊ 2ന്റെ ക്യൂബ് 2ന്റെ ക്യൂബ് 2ന്റെ ക്യൂബ് 2ന്റെ ക്യൂബ് ഇവരെ ഗുണിച്ചെഴുതാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടത് അല്ലെ. 8 8 8 8 ഇവരെ ഗുണിക്കുന്നതിന് പകരം 2ന്റെ ക്യൂബ് 2ന്റെ ക്യൂബ് 2ന്റെ ക്യൂബ് 2ന്റെ ക്യൂബ് അല്ലെ. ഇവരെ ഗുണിച്ചെഴുതാൻ നമുക്ക് റൂൾ അറിയില്ലേ? a⁻m × a⁻n അതുകൊണ്ട് തന്നെ നമ്മൾ 2 അതുപോലെ അങ്ങ് എഴുതിയിട്ട് ഈ കാണുന്ന 3 എല്ലാം കൂടെ കൂട്ടിക്കോ. 3 3 3 3 കണ്ടോ? ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നുണ്ട്? 12 എന്ന് കിട്ടുന്നു. 3 3 6 6 3 9 9 3 12. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ 2/12. തെറ്റൂലല്ലോ, ഇല്ലല്ലോ. അപ്പൊ 8 ആണ് എല്ലാ സ്ഥലത്തും വന്നിട്ടുള്ളത്. ഓർത്തോടാ, 8 ആണ് എല്ലാ സ്ഥലത്തും വന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? 8നെ 2ന്റെ പവറിലേക്ക് കൊണ്ടുവരിക. മനസ്സിലായോ? സിമ്പിൾ ആണ്. ഓക്കെ, ഈ ചോദ്യത്തിനകത്ത് വേറൊരു എക്സ്പ്ലനേഷനേ നിങ്ങൾ നോക്കണ്ട. 2ന്റെ ക്യൂബ് 2ന്റെ ക്യൂബ് 2ന്റെ ക്യൂബ് 2ന്റെ ക്യൂബ് കൂട്ടി എഴുതുമ്പോൾ എത്ര കിട്ടുന്നു? 2/12. സിമ്പിൾ ചോദ്യമല്ലേ? ആണ്. ഓക്കെ ആണല്ലോ. നമ്മുടെ ഡിഗ്രി ലെവൽ പരീക്ഷകൾ പോലെ തന്നെ 2025 വരാനിരിക്കുന്ന പരീക്ഷകൾക്കെല്ലാമായിട്ട് നമ്മുടെ എൻട്രി ആദ്യമേ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഒരുപാട് നേരത്തെ നമ്മളങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ്. 2025 പ്രതീക്ഷിക്കുന്ന എല്ലാ പരീക്ഷകൾക്കുള്ള പ്രിപ്പറേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ വളരെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതിന് താഴെ തന്നെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി ഒന്ന് ഫോം ഫില്ല് ചെയ്ത് കൊടുത്തോളൂ. നിങ്ങൾക്ക് എന്താണ് കോഴ്സിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ആ ഒരു ഫോം വഴി അറിയാൻ പറ്റും. നിങ്ങൾ ആ ഫോം ഒന്ന് ജസ്റ്റ് ഫില്ല് ചെയ്താൽ മതിയാവും. ഇതിനകത്ത് ഫസ്റ്റ് കമന്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതൊന്ന് കയറി നോക്കണേ എല്ലാവരും, താല്പര്യമുള്ളവർക്ക് കേട്ടോ. 2025 പരീക്ഷകൾ പ്രതീക്ഷിക്കുന്ന എല്ലാവരും എന്ത് ചെയ്യുക? അതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, മറ്റൊരു ചോദ്യം. വിച്ച് ടേം ഓഫ് ദ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ 21 18 15 etc ഈസ് -81? വല്ല മനസ്സിലായോ? ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ തന്നിട്ടുണ്ടേ. അതിന്റെ പ്രത്യേകത എന്താ അറിയോ? 21 18 15 എന്നിങ്ങനെ പോകുന്ന സീരീസ് ആണ്. അതിനകത്ത് ഈ -81 എന്ന് പറയുന്ന നമ്പർ ഇല്ലേ, എത്രാമത്തേത് എന്നാണ് ചോദ്യം. ഓക്കെ, അതായത് 21 18 15 എന്ന് തുടങ്ങി ഇങ്ങനെ പോകുന്ന ഒരു സീരീസ് ഉണ്ട്. ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. ഇതിൽ എത്രാമത്തെ പദമാണ് -81 എന്നാണ് അല്ലെ. ഇതൊരു ടെൻഷന്റെ ആവശ്യമുള്ള കാര്യമാണോ? അല്ല. ആദ്യം നിങ്ങൾ ഈ സീരീസിനെ ഒന്ന് വിലയിരുത്തുക. ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണല്ലോ? ആണ്. ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടോടാ? പൊതു വ്യത്യാസം ഉണ്ട് അല്ലെ. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറയ്ക്കുക. അതായത് 18ൽ നിന്ന് 21 കുറച്ചോളൂ. 18ൽ നിന്ന് 21 കുറച്ചപ്പോൾ നമുക്ക് കിട്ടുന്നത് -3 എന്നാണ്. 18ൽ നിന്ന് 21 കുറച്ചാൽ എത്രയാണ്? -3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പദങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ ഇത് എത്രാമത്തെ പദമാണെന്ന് നമുക്ക് എങ്ങനെ കണ്ടെത്താം? പദങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ ഈ പദം എത്രാമത്തേതാണെന്ന് കണ്ടുപിടിക്കാൻ എന്താ മാർഗം എന്നറിയോ? അവസാനത്തെ പദം ഇല്ലേടാ? ഓക്കെ, ഇതിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കുക. അവസാനത്തെ പദം, ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതിനെയാണ് അവസാനത്തെ പദമായിട്ട്? -81ന്റെ സ്ഥാനമാണ് കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് തന്നെ അവസാനത്തെ പദമായിട്ട് ആരെ എടുത്താൽ മതി? -81നെ എടുത്താൽ മതി.
അപ്പൊ അവസാനത്തെ പദത്തിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കുക, എന്നിട്ടോ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുക, ഒന്ന് കൂട്ടുക. ഇതറിയാത്ത ആൾക്കാരുണ്ടോ? ആരുമില്ലല്ലോ അല്ലെ? ഒരു സമാന്തര ശ്രേണിയിലെ ഒരു പ്രത്യേക നമ്പർ തന്നിട്ട് അത് എത്രാമത്തെ പദമാണ് എന്ന് തിരിച്ചറിയാൻ ആ പദത്തെ നിങ്ങൾ എന്നാം പദമായിട്ട് എടുക്കുക, nth ടേം ആയിട്ട് എടുക്കുക. അതിൽ നിന്ന് ഒന്നാം പദം കുറയ്ക്കുക, പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുക, ഒന്ന് കൂട്ടുക, വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അപ്പൊ ഇതിലെ nth ടേം അല്ലെങ്കിൽ അവസാനത്തെ പദമായിട്ട് നമുക്ക് -81 എഴുതാം. എഴുതാവോടാ? എഴുതാം. ഇതിൽ ആദ്യത്തെ പദം ആരാ? ഈ കൂട്ടത്തിലെ ആദ്യത്തെ പദം ആരാ? 21 അല്ലേ? അപ്പൊ 21 ജസ്റ്റ് ഇവിടുന്ന് മൈനസ് ചെയ്യാം. ഇവിടുത്തെ പൊതുവ്യത്യാസം എത്രയാ? പൊതുവ്യത്യാസം -3 ആണ്. ഇതിന്റെ കൂടെ ഒന്ന് കൂട്ടാൻ മറക്കരുത്. അത് മറന്നുപോയാൽ തീർന്നു, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ -81ഉം -21 വന്നിട്ടുണ്ട്. അപ്പൊ -81നെയും -21നെയും കൂടെ ചേർത്തിട്ട് -102 എന്നെഴുതാം അല്ലെ? ഈ -102നെ -3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് ഒന്ന് കൂട്ടുക. -102നെ -3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 102നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 102നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? പറഞ്ഞോ 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അല്ലെ? ഇപ്പൊ 99നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 33 എന്ന് കിട്ടും. എന്നാൽ 102നെ ഡിവൈഡ് ചെയ്താലോ 34 എന്ന് കിട്ടും. 34 1 35. കണ്ടോ? അപ്പൊ ഇത് എത്രാമത്തെ പദമാണ് എന്ന് ചോദിച്ചാൽ 35ാമത്തെ പദമാണ്. തെറ്റിപ്പോകരുത്. ഓക്കെ, അപ്പൊ ഈ ഒരു സീരീസ് കാണുമ്പോൾ എന്താ ഉറപ്പിക്കുക? ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്, സമാന്തര ശ്രേണിയാണ്. ഈ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്ന് പറയുന്ന ആരാണ്? -3 ആണ്. കാരണം ഇത് കുറഞ്ഞു പോകുന്ന സീരീസ് ആണ്. ഇവിടെ നിന്ന് പദം ഈ തന്നിരിക്കുന്ന -81 എത്രാമത്തെ പദമാണെന്നറിയാൻ ഈ -81ൽ നിന്ന് ആ സീരീസിലെ ആദ്യ പദമായ 21നെ ഒന്ന് മൈനസ് ചെയ്യാം. ഓക്കെ, -81 -21 ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം -3 പ്ലസ് 1. -81ഉം -21 കൂടെ എങ്ങനെ എഴുതാടാ? -102 എന്ന് എഴുതാം. -102നെ -3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് ഒന്ന് കൂട്ടുക. 102 3 ഡിവൈഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 34 എന്ന് കിട്ടുന്നു. 34നോട് ഒന്ന് കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 35. കണ്ടോ? താഴെ മുകളിലും നെഗറ്റീവ് ആയതുകൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്താൽ പോസിറ്റീവേ കിട്ടത്തുള്ളൂ. അപ്പൊ ഇത് എത്രാമത്തെ പദമാണ്? 35ാമത്തെ പദമാണ്. തെറ്റിപ്പോകരുത്. നല്ല ചോദ്യമാണ്. ഓക്കെ, അതുപോലെ മറ്റൊരു ചോദ്യം. ഇൻ 1 hour എ ബോട്ട് ഗോസ് 11 km/h along the stream and 5 km/h against the stream. The speed of the boat in still water. ഇത് നമ്മുടെ ഒരു ഡിഗ്രി ലെവൽ ചോദ്യം അല്ലേ? അപ്പൊ ഈ ചോദ്യത്തിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഇവിടെ നമുക്ക് ബോട്ടും സ്ട്രീമും ആണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ബോട്ട് സ്ട്രീമിന് അനുകൂലമായി അല്ലെങ്കിൽ ഒഴുക്കിന് അനുകൂലമായി 11 km/h വേഗതയിലും ഒഴുക്കിനെതിരെ 5 km/h വേഗതയിലും സഞ്ചരിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയാ? ബോട്ടിന്റെ അപ്സ്ട്രീം വേഗത, ഒഴുക്കിനെതിരെ ഉള്ള വേഗത 5 km/h ആണ്. ഇതേ ബോട്ടിന്റെ തന്നെ ഡൗൺ സ്ട്രീം വേഗത അല്ലെങ്കിൽ ഒഴുക്കിന് അനുകൂലമായ വേഗത 11 km/h ആണ്. അപ്സ്ട്രീം വേഗത 5, ഡൗൺ സ്ട്രീം വേഗത 11. ഇവിടെ നിന്ന് ബോട്ടിന്റെ വേഗത എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചാൽ ഈ രണ്ട് വേഗതകളെ കൂട്ടിയിട്ട് പകുതിയെടുത്താൽ മതി കേട്ടോ. ബോട്ടിന്റെ വേഗത ചോദിച്ചാൽ ഈ രണ്ട് വേഗതകൾ അപ്സ്ട്രീമും ഡൗൺ സ്ട്രീമും വേഗതകൾ കൂട്ടിയിട്ട് പകുതിയെടുക്കുക. സ്ട്രീമിന്റെ അല്ലെങ്കിൽ ഒഴുക്കിന്റെ വേഗതയാണെങ്കിൽ ഇവരെ തമ്മിൽ കുറച്ചിട്ട് പകുതിയെടുക്കുക കേട്ടോ. ഓക്കെ, ഇവിടെ നമുക്ക് ബോട്ട് മതി അല്ലെ? സിമ്പിൾ ആയിട്ട് ഈ 11ഉം 5ഉം കൂടെ ഒന്ന് കൂട്ടി എഴുതിക്കോ, എന്നിട്ട് പകുതി എടുത്തോ. 11ഉം 5ഉം കൂടെ 16 ആണ്. 16ന്റെ പകുതി എന്ന് പറയുന്നത് 8 ആണ്. അതുകൊണ്ട് തന്നെ ബോട്ടിന് എത്ര വേഗതയുണ്ട്? ഈ ബോട്ടിന്റെ സ്റ്റിൽ വാട്ടർ വേഗത എത്രയാന്ന് വെച്ചാൽ 8 km/h ആണ്. അഥവാ നിങ്ങൾക്ക് സ്ട്രീമിന്റെ വേഗത കണ്ടുപിടിക്കാൻ തോന്നുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ 11ൽ നിന്ന് 5 കുറയ്ക്കുക. 11ൽ നിന്ന് 5 കുറച്ചാൽ 6 കിട്ടും. 6ന്റെ പകുതി എടുത്താൽ മതി അല്ലെ? സ്ട്രീമിന്റെ വേഗത എന്ന് പറയുന്നത് 3 km/h. ഇത്രേ ഉള്ളു കാര്യം. ഓക്കെ, അപ്പൊ നമുക്ക് തൽക്കാലം ആരെ മതി? ബോട്ടിനെ മതി. അതുകൊണ്ട് നമ്മൾ ബോട്ടിനെ ഉറപ്പിക്കുന്നു. ഓക്കെ ആണേ? അപ്പൊ ബോട്ട് സ്ട്രീമിന് അനുകൂലമായി 11 വേഗതയിലും അതിനെതിരെ 5 km വേഗതയിലും സഞ്ചരിച്ചാൽ ആരുടെ വേഗത? ബോട്ടിന്റെ വേഗത എങ്ങനെ കണ്ടുപിടിക്കോടാ? ജസ്റ്റ് ഈ 11നെയും 5നെയും കൂടെ കൂട്ടി എഴുതുക. 11ഉം 5ഉം എത്രയായി? 16. 16ന്റെ നേരെ പകുതി എടുക്കാം അല്ലെ? 16ന്റെ പകുതി എന്ന് വെച്ചാൽ എത്രയാടാ? അത് 8 km/h. തെറ്റിപ്പോകരുത്. സിമ്പിൾ.
സിമ്പിൾ കേട്ടോ, സിമ്പിൾ ചോദ്യമാണ്. പലരും ബോട്ടും സ്ട്രീമും ഒക്കെ കാണുമ്പോൾ തന്നെ വിട്ടിട്ടോളൂ അല്ലെ. ചിലർ ഈ പൈപ്പും ടാങ്കും ഒക്കെ കാണുമ്പോൾ വിട്ടിട്ടോളൂ. എന്താ കാരണം? നമുക്കൊക്കെ ടെൻഷനാ, തെറ്റിപ്പോയാലോ. ഒന്നുമില്ല, കൂളായിട്ട് വായിച്ചെടുക്കൂ, ചെയ്യാൻ പറ്റും. മറ്റൊരു ചോദ്യം, ഇൻ എ ടെക്സ്റ്റൈൽ ഷോപ്പ്, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് അല്ലെ, എ സാരി വാസ് സോൾഡ് അറ്റ് 20% ഡിസ്കൗണ്ട്. ഇഫ് ദ ഷോപ്പ് ഓണർ ഗെറ്റ്സ് 20% പ്രോഫിറ്റ് ആൻഡ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ സാരി ഈസ് ₹500, വാട്ട് ഈസ് ദ മാർക്കറ്റ് പ്രൈസ്? അതിനകത്ത് എഴുതിയിരിക്കുന്ന വില എന്ത് എന്നുള്ളതാണ്. എടാ, ഞാൻ നിങ്ങളോട് സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. ഒരു ഷോപ്പില് ഒരു സാധനത്തിന് വില എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ, ആ വിലയെ നമ്മൾ എന്ത് വിളിക്കും? മാർക്കറ്റ് പ്രൈസ് എന്ന് വിളിക്കും അല്ലെ. ഈ സാധനം നമ്മൾ വാങ്ങാനായിട്ട് ഒരു എമൗണ്ട് ചെലവാക്കും അല്ലെ, ആ വാങ്ങാനായിട്ടുള്ള എമൗണ്ടിന് നമ്മൾ കോസ്റ്റ് പ്രൈസ് എന്നും പറയാറുണ്ട്. എപ്പോഴും ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക, ഒരു സാരിക്ക് നമ്മളിപ്പോ 20% ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാണ്, അത് കോസ്റ്റ് പ്രൈസിലാണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഒരിക്കലും അല്ല, മാർക്കറ്റ് പ്രൈസിലാണ്. അതിൽ എഴുതി വെച്ചിരിക്കുന്ന വിലയ്ക്കാണ് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അപ്പൊ 20% ഡിസ്കൗണ്ട് കൊടുക്കുന്നു എന്ന് വെച്ചാൽ ഈ സാധനം നമ്മൾ വിൽക്കുന്നത് മാർക്കറ്റ് പ്രൈസിന്റെ 80%-നല്ലേ മക്കളെ? ഇത് ഓർക്കാൻ പറ്റുമോ? ഒരു സാധനത്തിന് മാർക്കറ്റ് പ്രൈസ് ഉണ്ട്, ആ മാർക്കറ്റ് പ്രൈസിന്റെ 80% വിലയ്ക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സാരി വിൽക്കുന്നത്. ഓക്കെ, ഇനി ഇതിനൊരു കോസ്റ്റ് പ്രൈസ് ഉണ്ട് അല്ലെ. ആ കച്ചവടക്കാരന് എന്ത് കിട്ടിയിട്ടുണ്ട്? 20% ലാഭം, പ്രോഫിറ്റ് ഈ കച്ചവടത്തിൽ കിട്ടിയിട്ടുണ്ട്. പ്രോഫിറ്റ് എപ്പോഴും കണക്കാക്കുന്നത് കോസ്റ്റിനെ ആധാരമാക്കിയാണ്. എത്ര രൂപ ഞാൻ ഈ കച്ചവടത്തിൽ ചെലവഴിച്ചോ അതിനെ ആധാരമാക്കിയാണ് ഞാൻ പ്രോഫിറ്റ് കണക്കാക്കുന്നത്. അപ്പൊ ശരിക്കും എനിക്ക് എത്ര പ്രോഫിറ്റ് കിട്ടി? 20% പ്രോഫിറ്റ് എന്ന് വെച്ചാൽ കോസ്റ്റ് പ്രൈസിന്റെ എത്ര ശതമാനം എനിക്ക് കിട്ടിയിട്ടുണ്ട്? 120%. അപ്പൊ മാർക്കറ്റ് പ്രൈസിന്റെ 80% എന്ന് പറഞ്ഞാലും കോസ്റ്റ് പ്രൈസിന്റെ 120% എന്ന് പറഞ്ഞാലും ഈക്വൽ ആണല്ലോ. കാരണം ഇത് രണ്ടും ചെന്ന് അവസാനിക്കുന്ന എവിടെയാണ്? സെല്ലിംഗ് പ്രൈസിലല്ലേ. അപ്പൊ മാർക്കറ്റ് പ്രൈസിന്റെ 80% എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് ആണ് അല്ലെ. ഇതാരാണ്? സെല്ലിംഗ് പ്രൈസ് ആണ് അല്ലെ. അതുപോലെ കോസ്റ്റ് പ്രൈസിന്റെ 120% എന്ന് പറയുന്നത് ആര് തന്നെയാണ്? സെല്ലിംഗ് പ്രൈസ് തന്നെല്ലേടാ, ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവരെ രണ്ടുപേരും ഒന്ന് ഇക്വേറ്റ് ചെയ്താലോ, ഈ എഴുതിയിരിക്കുന്ന ആൾക്കാരെ ഒന്ന് ഇക്വേറ്റ് ചെയ്താലോ. അതായത് മാർക്കറ്റ് പ്രൈസിന്റെ 80% എന്ന് പറയുന്നത്, ശ്രദ്ധിക്കണേ, ആരുടെ? കോസ്റ്റ് പ്രൈസിന്റെ. കോസ്റ്റ് പ്രൈസ് എത്ര എന്ന് തന്നിട്ടുണ്ട്? 500 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 500ന്റെ എത്രയ്ക്ക് തുല്യാണ്? 120%-ന് തുല്യാണ്, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മാർക്കറ്റ് പ്രൈസ് അഥവാ പരസ്യ വില എങ്ങനെ കണ്ടെത്താം എന്ന് ചോദിച്ചാൽ 500 ഇൻറ്റു 120 ഡിവൈഡഡ് ബൈ 80. ഇതിന്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോടാ. ഇപ്പുറത്തെ സൈഡിലുള്ള ഈ 80നെ കൂടെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ 500നെ 120 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലെ. ഇപ്പുറത്തെ സൈഡിൽ ഒരു 80 ഉണ്ടായിരുന്നു, ഇതിനെ കൂടെ അങ്ങ് കൊണ്ടുപോയാൽ മതി അല്ലെ. അപ്പൊ ഈ 120നെയും 80നെയും കൂടെ നമുക്ക് ഒരു 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 40 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. അപ്പൊ 120ൽ എത്ര? 40, 3 എണ്ണം. 80ൽ എത്ര എണ്ണം? 2 എണ്ണം. 500നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 250 എന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 250 ഇൻറ്റു 3 750 രൂപ എന്ന് നമുക്ക് പറയാം. അപ്പൊ ഈ ഒരു സാരിയിൽ എത്ര രൂപ വിലയിട്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ മാർക്കറ്റ് പ്രൈസ് എത്ര എന്ന് വെച്ചാൽ എന്ത് പറയണോടാ? 750 രൂപയായിരുന്നു. ഇതിലാണ് 20% ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്തത്? 20% പ്രോഫിറ്റ് നേടിയത്. 20% ഡിസ്കൗണ്ട് നേടിയിട്ട് 20% പ്രോഫിറ്റ് നേടിയത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ നമ്മുടെ പരസ്യ വിലയിലാണ് നമ്മൾ ഡിസ്കൗണ്ട് കണക്കാക്കുന്നത് അല്ലെ. കോസ്റ്റ് പ്രൈസിൽ അല്ലെങ്കിൽ വാങ്ങിയ വിലയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോഫിറ്റ് കണക്കാക്കുന്നത്. ഓർത്തോണം. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം എന്ന് ചോദിച്ചാൽ, ഒരു വസ്തുവിന്റെ, ഇവിടെ സാരിയുടെ മാർക്കറ്റ് പ്രൈസ് അല്ലെ, ഈ മാർക്കറ്റ് പ്രൈസിൽ എത്ര ഡിസ്കൗണ്ട് കൊടുത്തു? 20% ഡിസ്കൗണ്ട് കൊടുത്തു. 20% ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് 80% എന്ന് വിളിക്കാലോ. വിളിക്കാം. ഓക്കെ, ഈ കച്ചവടത്തിൽ ലാഭമാണോ നഷ്ടമാണോ? ലാഭം. എത്ര ശതമാനം? 20. അതുകൊണ്ട് തന്നെ ലാഭമാണെങ്കിൽ 100നോട് കൂട്ടി എഴുതുക, നഷ്ടമാണെങ്കിൽ 100ൽ നിന്ന് കുറച്ചെഴുതുക. അങ്ങനെയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? കോസ്റ്റ് പ്രൈസ് ഇൻറ്റു ലാഭമായതുകൊണ്ട് 120 എന്ന് എഴുതിക്കോ. ഓക്കെ, അപ്പൊ മാർക്കറ്റ് പ്രൈസിന്റെ 80%വും
കോസ്റ്റ് പ്രൈസിന്റെ 120% തുല്യമാണ് എന്ന് നമുക്ക് കിട്ടി. അപ്പൊ ഇവിടെ നിന്ന് മാർക്കറ്റ് പ്രൈസ് കണ്ടെത്താൻ എന്താണ് മാർഗം എന്ന് ചോദിച്ചാൽ കോസ്റ്റ് പ്രൈസിനോട് 120 ഗുണിക്കുക അല്ലെ, അതുപോലെ 80 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ അതെങ്ങനെ നിങ്ങൾ ഓർത്തിരിക്കണം എന്ന് ചോദിച്ചാൽ മാർക്കറ്റ് പ്രൈസ്, ഇത്തരം ചോദ്യങ്ങളിൽ മാർക്കറ്റ് പ്രൈസ് കണ്ടെത്താൻ കോസ്റ്റ് പ്രൈസിനോട് 100 പ്ലസ് പ്രോഫിറ്റ് എന്ന് എഴുതി വെക്കുക, 100 പ്ലസ് പ്രോഫിറ്റ് ഗുണിക്കുക, അതുപോലെ 100 മൈനസ് ഡിസ്കൗണ്ട് ഡിവൈഡ് ചെയ്യുക. ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. കോസ്റ്റ് പ്രൈസിനോട് ഇപ്പൊ ലാഭം ആയതുകൊണ്ട് 100 പ്ലസ് പ്രോഫിറ്റ്, ലോസ് ആയിരുന്നെങ്കിലോ 100 മൈനസ് ലോസ് എന്ന് എഴുതണം കേട്ടോ. അപ്പൊ കോസ്റ്റ് പ്രൈസ്, ഇവിടുത്തെ കോസ്റ്റ് പ്രൈസ് എത്ര രൂപയാന്ന് നോക്കിയേ, 500 രൂപയാണ്. 500നെ ഏത് കൊണ്ട് ഗുണിക്കുക, 120 കൊണ്ട്, ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 80 കൊണ്ട്. ഇത് നമ്മൾ നേരത്തെ സിംപ്ലിഫൈ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. എത്ര രൂപയാണ് ഇവിടുത്തെ മാർക്കറ്റ് പ്രൈസ്, 750. തെറ്റരുത്, 750. തെറ്റിയോ? ഇല്ലല്ലോ, ചെയ്തെടുക്കാൻ പറ്റിയില്ലേ? യെസ്. മറ്റൊരു ചോദ്യം, 3 boxes ABC contains balls in the ratio 5:2:3. Then 2 balls were taken from B and put it into എങ്ങോട്ടാണ്, C. Okay, the new ratio is 3:1:2. Then what is the total number of balls എന്നാണ്. ഓക്കെ, നമുക്ക് ഇവിടെ എത്ര ബോക്സസ് ഉണ്ടെന്ന് നോക്കടാ. 3 ബോക്സസ് ഉണ്ട്, എയും ബിയും സിയും അല്ലെ. ഇവിടെ ബോക്സസിൽ, ഈ 3 ബോക്സസിൽ ബോൾസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തതെന്ന് അറിയാമോ? 5:2:3 എന്നാണ് അറേഞ്ച് ചെയ്തത്. ഓക്കെ, ഇതിനകത്ത് നിന്ന് എന്ത് ചെയ്തതെന്ന് അറിയാവോ? ഇതിനകത്ത് നിന്ന് 2 ബോൾസ് എവിടെ നിന്നാ എടുത്തേ, ബിയിൽ നിന്ന് എടുത്തിട്ട് സിയിലേക്ക് ഇട്ടു. ബിയിൽ നിന്ന് 2 ബോൾ എടുത്ത് ഞാൻ സിയിലേക്ക് ഇട്ടപ്പോ ഈ റേഷ്യോ മൊത്തത്തിൽ മാറി. എത്രയായിട്ട് മാറി? 3:1:2 ആയിട്ട് മാറി. ഇതാണ് കഥ. മനസ്സിലായോ? ഇവിടെ സംഭവിച്ചത് എന്താന്ന് നോക്കുക. ബിയിൽ നിന്ന് സിയിലേക്ക് ഒരു 2 ബോൾ മാറി. ബിയിൽ നിന്ന് സിയിലേക്ക് 2 ബോൾ മാറിയപ്പോ അംശബന്ധം പൂർണ്ണമായി മാറി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ബോക്സിനകത്ത് ആകെ എത്ര ബോൾ ഉണ്ട്, ഈ 3 ബോക്സിലും കൂടി ആകെ എത്ര ബോൾ ഉണ്ട് എന്നാണ്. ഇതിനകത്ത് പലരും എക്സും വൈയും ഒക്കെ ഇട്ട് ചെയ്യാറുണ്ട്. നമുക്ക് അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. പകരം നിങ്ങൾ ഇങ്ങനെ ആലോചിക്കണോടാ, ഇവിടെ ബോൾസിന്റെ എണ്ണത്തിൽ വ്യത്യാസം വന്നിട്ടില്ല. ഒരു ബോക്സിൽ നിന്ന് അടുത്ത ബോക്സിലേക്ക് കുറച്ച് ബോൾ മാറ്റി എന്നുള്ളതല്ലാതെ എന്തെങ്കിലും വ്യത്യാസം വന്നോ? ഇല്ല. പക്ഷെ ടോട്ടൽ കൗണ്ട് നോക്കിയടാ, 5, 2, 3. ആദ്യം ഉണ്ടായിരുന്ന 5, 2, 3 ആണ്. 10 ബോൾ ഉണ്ടായിരുന്നു അംശബന്ധം അനുസരിച്ചാണെങ്കിൽ. പക്ഷെ താഴത്തെ അംശബന്ധത്തിൽ വന്നപ്പോ കണ്ടോ, 6 ഉള്ളൂ. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഒരിക്കലും ഇല്ല. മനസ്സിലായോ? മാത്രമല്ല, ബിയിൽ നിന്ന് സിയിലേക്ക് മാത്രമേ ബോൾ മാറ്റിയിട്ടുള്ളൂ. മനസ്സിലായോ? എ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ഒന്നും ചെയ്തിട്ടില്ല. ശരിയല്ലേ? പക്ഷേ ഇവിടെ നോക്കുമ്പോൾ എയിലെ നമ്പറും വ്യത്യാസം വരുന്നുണ്ട് അംശബന്ധം എഴുതിയപ്പോ. അപ്പൊ നിങ്ങൾ ആദ്യം ഉറപ്പിക്കേണ്ടത് എ അങ്ങ് ഫിക്സ് ചെയ്യുക. മനസ്സിലായോ? എയിലെ ബോൾസിന്റെ എണ്ണം ഈക്വൽ ആണ് എന്നറിയാലോ, മാറിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, എടാ ഈ 5 കൊണ്ട് താഴത്തെ 3നെയും ഈ 3 കൊണ്ട് മുകളിലത്തെ 5നെയും ഗുണിക്കാൻ തീരുമാനിച്ചു. മുകളിൽ ഒരു അംശബന്ധം ഉണ്ടായിരുന്നു കേട്ടോടാ. ഇതിന്റെ ലോജിക്ക് എന്താന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. മുകളിൽ ഒരു അംശബന്ധം ഉണ്ടായിരുന്നു, അത് താഴത്തെ അംശബന്ധത്തിലേക്ക് മാറി. പക്ഷെ ഒരു ചെറിയ പ്രശ്നം പറ്റി എന്താന്ന് വെച്ചാൽ, ഈ ബോൾസിന്റെ എണ്ണത്തിൽ വ്യത്യാസം വന്നു അല്ലെ. എയിലുള്ള ബോൾസിന്റെ എണ്ണം മുകളിൽ 5 ആയിരുന്നു, പക്ഷെ താഴെ എത്തിയപ്പോൾ 3 ഉള്ളൂ. അതങ്ങനെ സംഭവിക്കാൻ വഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ എയെ നമ്മൾ ഫിക്സ് ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ പുതിയ അംശബന്ധത്തിലേക്ക് പോവാണ്, എയും ബിയും സിയും. താഴത്തെ 3 കൊണ്ട് മുകളിലത്തെ എ ഗുണിക്കട്ടെ. 3 കൊണ്ട് മുകളിലത്തെ എ ഗുണിച്ചാൽ അപ്പൊ 5 × 3 15. അപ്പോ ഈ 3 കൊണ്ട് മുകളിലത്തെ 5നെ മാത്രം ഗുണിച്ചാൽ ബാക്കിയുള്ള 2ഉം 3ഉം പരാതി പറയൂലേ? പറയോ ഇല്ലേ? പറയും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ 3 കൊണ്ട് തന്നെ അവരെ 2 പേരെ കൂടെ അങ്ങ് ഗുണിച്ചെഴുതുക. ഇതേ 3 കൊണ്ട് മുകളിലുള്ള 2നെയും ഗുണിക്കുക, അതുപോലെ 3നെയും ഗുണിക്കുക. പിടികിട്ടിയോ? അപ്പൊ 3 × 2 6, 3 × 3 9. ഓക്കെ, ഇനി ആ പരാതി പരിഹരിക്കാനായിട്ട് മുകളിലുള്ള 5 കൊണ്ട്, ഇവിടുന്ന് 3 കൊണ്ട് മുകളിൽ ഗുണിച്ചിട്ടുണ്ടെങ്കിൽ മുകളിലുള്ള 5 കൊണ്ട് താഴെ ഗുണിക്കേണ്ട ഒരു മര്യാദ നമുക്കില്ലേ? ഉണ്ട്. അതുകൊണ്ട് തന്നെ 5 കൊണ്ട് താഴെ ഗുണിക്കുകയാണേ. 5 × 3, 5 × 3 എത്ര കിട്ടി? 15. ഓക്കെ, ഇനി അതേ 5 കൊണ്ട് താഴെ അടുത്ത നമ്പറിൽ ഗുണിക്കുകയാണ്. അപ്പൊ എത്ര കിട്ടി? 1 × 5 5 എന്ന് കിട്ടി. ഓക്കെ,
അത് കഴിഞ്ഞ് നോക്കുമ്പോൾ 2 × 5 10 കിട്ടി. ഇപ്പൊ നിങ്ങളൊന്ന് നോക്കിയേ, എയിലെ ബോൾ സെയിം ആണോ? എയിലെ ബോളിന് മാറ്റമില്ല. അടുത്ത ബിയിലേക്ക് വന്നേ. ബിയില് ആദ്യം 6 ബോൾ ഉണ്ടായിരുന്നു, സിയിൽ 9 ബോൾ ഉണ്ടായിരുന്നു. ആണല്ലോ? ആണ്. എന്നാൽ ആ ബിയിൽ നിന്ന് 2 ബോൾ എടുത്ത് സിയിലേക്ക് ഇട്ടപ്പോ ഈ 5 എന്നുള്ളത് ഇവിടേക്ക് മാറിയില്ലേ? 10ലേക്ക് എത്തിയില്ലേ? അത്രേ ഉള്ളൂ. കറക്റ്റ് ആയില്ലേ? 5 എന്നുള്ളത് 1 മാറി, അല്ലെങ്കിൽ 6ൽ നിന്ന് 1 മാറി, അത് 5 ആയി. ആ 1 9 കൊടുത്തു, അത് 10 ആക്കി. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, എടാ 5ൽ നിന്ന് എത്ര യൂണിറ്റ് ആണ് ഇവിടെ മാറിയിരിക്കുന്നത്? ഒരൊറ്റ യൂണിറ്റ് ആണ് മാറിയിരിക്കുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 1 യൂണിറ്റ് അല്ല ചേഞ്ച് ആയിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ എത്ര ചേഞ്ച് ആയിട്ടുണ്ട്? 2 ബോൾ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ 1 യൂണിറ്റ് എന്നത്, ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന പുതിയ അംശബന്ധത്തിലെ 1 യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര ബോൾസ് ആണ്? 2 ബോൾസ് ആണ്. ഈ 5ൽ നിന്ന് 10ലേക്ക് മാറിയപ്പോൾ 1 യൂണിറ്റ് ആണ് മാറിയത്. അപ്പൊ ആ 1 യൂണിറ്റ് എന്ന് വെച്ചാൽ 2 ബോൾ അല്ലേ മക്കളെ? ആണ്. ഇനി ഈ ബോക്സസിൽ ആകെ എത്ര ബോൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കണ്ടേ? അപ്പൊ നിങ്ങൾ ആദ്യം എഴുതേണ്ടത് എത്ര യൂണിറ്റ് ഉണ്ടെന്ന് നോക്കുക. ബോക്സസിലുള്ള ബോൾസിന്റെ എണ്ണം എത്ര യൂണിറ്റ് ഉണ്ട്? ഇവിടെ 15, ഇവിടെ 6, ഇവിടെ 9. അങ്ങനെ മൊത്തത്തിൽ ഇവിടെ എത്ര യൂണിറ്റ് ആണ് ആ ബോക്സിലുള്ള ബോൾസ്? 30 യൂണിറ്റ് ആണ്. എത്ര യൂണിറ്റ് ആണ്? 30 യൂണിറ്റ് ബോൾസ് ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം 1 യൂണിറ്റ് എന്ന് വെച്ചാൽ 2 ബോൾസ് അല്ലേ? 1 യൂണിറ്റ് 2 ബോൾസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? 30 യൂണിറ്റ് കണ്ടുപിടിക്കാൻ 30 × 2 എന്ന് എഴുതുക അല്ലെ? 30 × 2 എത്ര ബോൾസ് ഉണ്ടാവൂടാ? 60 ബോൾസ് ഉണ്ടാവും. 30 × 2 എത്രയാ? 60 ബോൾസ്. ഇങ്ങനെ എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റി. ഇത്രേ ഉള്ളൂ കാര്യം. മനസ്സിലായോ? കിട്ടിയോ? ആദ്യം ഉണ്ടായിരുന്ന അംശബന്ധത്തെ നമ്മൾ ബാലൻസ് ചെയ്തു. എങ്ങനെ ബാലൻസ് ചെയ്തു? താഴെയും മുകളിലും എയിലെ വാല്യൂസ് ഈക്വൽ ആക്കിക്കൊണ്ട് നമ്മൾ ബാലൻസ് ചെയ്തു. അപ്പൊ ബിയും സിയും മാത്രമാണ് ആകപ്പാടെ വ്യത്യാസം വന്നത്. അപ്പൊ ആ വ്യത്യാസത്തിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്തത്? ബാക്കി നമ്പർ കണ്ടുപിടിച്ചത്. കിട്ടിയോ? അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എന്ന് പറയുന്നത് ഇവിടെ 60 ആണ്. അപ്പൊ ചെയ്ത കാര്യം ഒരു തവണയും കൂടെ പറയാം. ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന ബോൾസിന്റെ എണ്ണം ഏത് അംശബന്ധത്തിലായിരുന്നു? 5, 2, 3. അതിൽ ബിയിൽ നിന്ന് ഒരു ബോൾ എടുത്ത് സിയിലേക്ക് ഇടുകയാണോ ചെയ്തേ? അല്ല. ബിയിൽ നിന്ന് 2 ബോൾ എടുത്ത് സിയിലേക്ക് ഇട്ടു. അപ്പൊ അംശബന്ധം എങ്ങനെ മാറിയെന്നാ പറഞ്ഞേ? 3:1:2. ആക്ച്വലി എയിലെ വാല്യൂസ് മാറാൻ പാടുണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ എ ബി സി നമ്മൾ പരിഗണിച്ചാൽ ബിയിലെയും സിയിലെയും വാല്യൂസ് മാറിയതിൽ നമുക്ക് പരാതിയൊന്നുമില്ല. ഓക്കെ. പക്ഷേ എയിലെ വാല്യൂസ് മാറാൻ പാടില്ലായിരുന്നു. അപ്പൊ എയെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്താനായിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഈ താഴത്തെ എ കൊണ്ട് മുകളിലും മുകളിലത്തെ എ കൊണ്ട് താഴെയും ഗുണിച്ചെഴുതി. ഗുണിച്ചപ്പോ നമുക്ക് എന്താ കിട്ടിയേ? അപ്പൊ ചെറിയൊരു വ്യത്യാസം വന്നു. 3 കൊണ്ട് ഗുണിച്ചപ്പോ നമുക്ക് 15 അല്ല, എല്ലാ നമ്പറിനെയും ഗുണിക്കുകയാണ്. 3, 2, 6, 3, 3, 9 എന്ന് കിട്ടി. 5 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ 5, 3, 15, 1, 5, 5, 5, 2, 10. ഇത് ഓക്കെ ആണല്ലോ? ആണ്. ഇത് സെറ്റ് ആണല്ലോ? ഓക്കെ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കിയേ, ബി എന്ന ബോക്സിൽ നിന്ന് 6 ബോൾ ഉണ്ടായിരുന്ന ബി എന്ന ബോക്സിൽ നിന്ന് അല്ലെ, ഒരു ബോൾ എടുത്ത് ബി എന്ന ബോക്സിൽ നിന്ന് ഒരു ബോൾ എടുത്ത് സിയിലേക്ക് ഇട്ടു. അപ്പൊ ഈ 6 ബോൾ എന്നുള്ളത് 5 ആയിട്ട് മാറുകയും, മനസ്സിലായോ? 6ൽ നിന്ന് 1 മാറ്റി അടുത്ത ബോക്സിൽ സിയിലേക്ക് ഇട്ട് കൊടുത്തപ്പോ അത് 10 ആവുകയും ചെയ്തില്ലേ? ആണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മാറ്റിയത് 2 ബോളാണ്, 1 ബോൾ അല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ചേഞ്ച് വന്നത്, മാറിയത് 2 ബോളാക്കി മാറ്റാൻ നിങ്ങൾക്ക് പറ്റുമോ എന്നൊന്ന് നോക്കിയേ. അങ്ങനെയാണെങ്കിൽ ഇത് ഈസിയാണ്. 2 ബോളാക്കി മാറ്റാൻ വേറെ ഒന്നും ഇല്ലടാ. ഇപ്പൊ ചെയ്ത പോലെ ഇത്രയും കഷ്ടപ്പെടണമൊന്നുമില്ല. പകരം ഈ തന്നിരിക്കുന്ന നമ്പേഴ്സ് ഇല്ലേ, ഇവരെല്ലാം ഒന്ന് ഇരട്ടിയാക്കിയാൽ മതിയാവും. ഈ 15 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാണ്? ഒന്ന് ഇരട്ടിയാക്കി എഴുതുകയാണ്. അപ്പൊ 30 ആവുന്നു അല്ലെ? അപ്പൊ ഈ ഇരട്ടിയാക്കുമ്പോൾ നമുക്ക് 2 സൈഡും ഇരട്ടിയാക്കിയാൽ കുറച്ചുകൂടെ നമുക്ക് സമാധാനമായിരിക്കും അല്ലെ? അപ്പൊ മുകളിൽ നമ്മൾ ഇരട്ടിയാക്കുകയാണ്. ഈ ഒരു ഗ്രൂപ്പിനെ നമ്മൾ ഇരട്ടിയാക്കുകയാണെങ്കിൽ അവിടെ എത്ര കിട്ടും? 30 അല്ലെ? 6 എന്നുള്ളത് 12, 9 എന്നുള്ളത് 18 ആയിട്ട് മാറും. ആണല്ലോ? ഇതാണ് ABC ബോക്സ് അല്ലെ? ABC. അത് കഴിഞ്ഞിട്ടേ താഴേക്ക് വരുമ്പോൾ, അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ 15 എന്നുള്ളത് എത്ര ആയിട്ടുണ്ട്? 30 ആയിട്ടുണ്ട്. ഇവിടെ 5 എന്നുള്ളത് എത്ര ആയിട്ടുണ്ട്? 10 ആയിട്ടുണ്ട്. 10 എന്നുള്ളത് 20 ആയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന എത്ര ബോളായിരുന്നു? ഇവിടെ 12 ബോളായിരുന്നു. ബിയിൽ 12 ബോളായിരുന്നു അല്ലെ? ഈ 12 ബോളിൽ നിന്ന് 2 ബോൾ മാറ്റിയപ്പോ ഇവിടെ 10 വന്നു. ഓക്കെ. ആ 2 ബോൾ ആർക്ക് കൊടുത്തു? ഈ 18ന് കൊടുത്തു. അപ്പൊ ഇത് 20 ആയിട്ട് മാറി. അപ്പൊ അവിടെ എത്ര വ്യത്യാസം വന്നു നോക്കുക.
ഒരു ബോക്സിൽ നിന്ന് അടുത്ത ബോക്സിലേക്ക് എത്ര ബോളാണ് മാറിയത്? ഈ ബോക്സിൽ നിന്ന്, അതായത് ബിയിൽ നിന്ന് സിയിലേക്ക് മാറിയ ബോൾസിന്റെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ അത് 2 ആണല്ലോ. പിടികിട്ടിയോ? അതായത് 12 ബോൾ ഉണ്ടായിരുന്ന ബോക്സിൽ നിന്ന് 2 എടുത്ത് 18 ബോളുള്ള ബോക്സിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പൊ 2 ബോളല്ലേ മാറിയത് ആണ്. അപ്പൊ ഇനി നമുക്ക് ധൈര്യമായിട്ട്, ഇപ്പൊ നമ്മുടെ ലോജിക്ക് കറക്റ്റ് ആയല്ലോ. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് കണ്ടുപിടിക്കുക. 30, 10, 20. 30ഉം 10ഉം 40, 40, 20ഉം 60. സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു ലോജിക്, ഈ അംശബന്ധത്തെ നമ്പറിലേക്ക് മാറ്റുന്ന ഒരു ലോജിക് നമുക്ക് സെറ്റ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ ഉത്തരത്തിലേക്ക് പോവാം കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. 1 യൂണിറ്റ് 2 എടുത്തുകൊണ്ട് 30 യൂണിറ്റിന്റെ ടോട്ടൽ വാല്യൂ എടുത്ത് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ എല്ലാത്തിനെയും ഇരട്ടിയാക്കിക്കൊണ്ട് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് കണ്ടുപിടിക്കാം. എങ്ങനെയാ? 30ഉം 12ഉം 18ഉം കൂടെ കൂട്ടിയാലും 60 കിട്ടും. 30ഉം 10ഉം 20ഉം കൂടെ കൂട്ടിയാലും നമുക്ക് എത്ര കിട്ടും? 60. അങ്ങനെ ചെയ്താലും തെറ്റില്ല. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ വളരെ കുറച്ച് ചോദ്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഒരു 8 ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ 8 ചോദ്യങ്ങളും വളരെ കുഴപ്പമില്ലാതെ ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിലേതെങ്കിലും ഇപ്പൊ അവസാനം ചെയ്ത ചോദ്യമൊക്കെ നമുക്ക് ഒന്ന് ഇരുന്ന് ആലോചിച്ച് സമാധാനമായിട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് തെറ്റൂല, ഗ്യാരണ്ടിയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾ, ഈ 8 ചോദ്യങ്ങളൊന്ന് സെറ്റ് ആക്കി വെച്ചോ. ബാക്കി ഇതുപോലത്തെ സിമ്പിൾ ചോദ്യങ്ങളായിട്ട് അല്ലെ. അപ്പൊ നിങ്ങൾ പലരും വിചാരിക്കും ഇതാണോ നിങ്ങൾ പറഞ്ഞ സിമ്പിൾ അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളുടെ പ്രതീക്ഷയ്ക്ക് അത്രയും വലിയ ചോദ്യങ്ങളാണോ ഇത്? അത്രയും വലുതൊന്നും അല്ല. ഡിഗ്രി ലെവൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ ഹൈപ്പ് കൊടുക്കുന്ന കാര്യമൊന്നും എവിടെ ഇല്ല, ഈ ചോദ്യങ്ങൾക്കുള്ളിൽ ഇല്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അഥവാ നിങ്ങൾക്ക് കുറച്ച് വലുതാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒന്നുകൂടെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കൂ. ബാക്കി ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം കേട്ടോ. നമ്മുടെ ഈ ക്ലാസ്സസും ഈ ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ കേട്ടോ. അത് നമ്മുടെ ഡിഗ്രി ലെവൽ ചാനലാണ്. ഡിഗ്രി ലെവൽ ക്ലാസ്സുകൾക്ക് വേണ്ടി മാത്രമുള്ള ചാനലാണ്. അപ്പൊ നമ്മുടെ എൻട്രിയുടെ കോമൺ ആയിട്ടുള്ള ജനറൽ ചാനലുണ്ട്, അതല്ല ഇത് വേറൊരു ചാനലാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഇതിന്റെ കൂടെ തന്നെ മറ്റ് ക്ലാസ്സുകളും വരുന്നുണ്ട്, അതെല്ലാം പ്രയോജനപ്പെടുത്താം. അപ്പൊ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.